ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, രാജ്യത്തിനായി ജീവൻ ത്യജിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ദേശസ്നേഹികളുടെയും ത്യാഗങ്ങൾ ഓർമ്മിക്കാനുള്ള അവസരം കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു. National salute! President! വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലൈസൻസിലൂടെ കടന്നു പോകുന്നത് ആൻഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അർജുൻ നയിക്കുന്ന MSPയുടെ പെട്രോൾ. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു, സബ് ഇൻസ്പെക്ടർ കടന്നു പോകുന്നു. നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെട്രോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. സ്റ്റേഷൻ പെട്രോൾ നയിക്കുന്നത് ഹരീഷ് P. തൊട്ടുപിറകിലായി ശിവസുന്ദർ നയിക്കുന്ന PSMO കോളേജ് തിരൂരങ്ങാടിയുടെ സീനിയർ NCC ബോയ്സ് പെട്രോൾ. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരും മതപണ്ഡിതരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഒത്തുചേർന്ന് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ ശത്രു വിദേശ ഭരണം മാത്രമല്ല, വിഭജന മനോഭാവവും സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാണ്. ഭാഷ, മതം, ജാതി, രാഷ്ട്രീയം എന്നിവയുടെ പേരിൽ മനുഷ്യൻ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം മങ്ങുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ മഹത്വം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരും രാഷ്ട്ര സേവകരാണെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. നാടിന് വേണ്ടി ജീവൻ അർപ്പിച്ച ദേശസ്നേഹികളായ മനുഷ്യരെ ഈ സമയത്ത് നാം ഓർക്കണം. 79 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിശുദ്ധവും നീതിയുക്തവുമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം ഓർക്കുന്നത് പോലും ഇന്നൊരു പോരാട്ടമാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുട്ടുസൂചി കമ്പനി പോലും ഇല്ലാതിരുന്ന ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി വളർത്തിയെടുക്കുന്നതിൽ ദിശാബോധമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം പിന്നീട് അതിനുശേഷം വന്ന ഭരണാധികാരികളൊക്കെ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആയിരുന്ന നായകന്മാരായിരുന്നു നമ്മളൊന്ന് ഓർക്കണം. അവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയി. ഭരണഘടനയുടെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാമെന്നും മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും വളർത്തുമെന്നും ഇന്ത്യയെ കൂടുതൽ നീതിയുള്ളതും സമാധാനപരമായ രാജ്യമാക്കാൻ ശ്രമിക്കുമെന്നും ഈ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. മലപ്പുറത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര പരേഡിൽ പങ്കുചേർന്ന് സംസാരിക്കുമ്പോൾ മനസ്സ് ഏറെ അഭിമാനം കൊള്ളുകയാണ്. പിറന്ന നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് മഹാന്മാരെ പെറ്റ ഒരു നാടാണ് ഇത്. പിറന്നു വീണ മണ്ണിനോടുള്ള സ്നേഹം അവർക്ക് വിശ്വാസത്തിന്റെ ഭാഗവും ജീവിത ദൗത്യവുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പോരാട്ടം വിജയിച്ചത്. നമ്മുടെ ഈ ജില്ലയിൽ നമുക്കറിയാം, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ, മഹാനായ അബ്ദുറഹ്മാൻ സാഹിബ്, EMS നമ്പൂതിരിപ്പാട്, MP നാരായണമേനൻ പോലുള്ള പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ മലപ്പുറത്തിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് സാഹോദര്യവും മതേതരത്വമായിരുന്നു. ആരെയും ജാതി വിദ്വേഷം കടന്നുകൂടാത്ത ഒരു മലപ്പുറമാണ് ഇന്നും കേരളത്തിലും ഇന്ത്യക്കും അഭിമാനമായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനമുണ്ട്.
മലപ്പുറത്തിന്റെ സ്വാതന്ത്ര്യ സമര പൈതൃകത്തിനും മതേതര പാരമ്പര്യത്തിനും ശക്തി പകർന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ, ഉമറലി ശിഹാബ് തങ്ങൾ, EMS നമ്പൂതിരിപ്പാട്, MP നാരായണമേനോൻ തുടങ്ങിയ മഹാന്മാരുടെ സ്മരണകളും മന്ത്രി ആദരിച്ചു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി PK ബഷീർ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, SPC, സ്കൌട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി 36 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് TK മുഹമ്മദ് ബഷീർ പരേഡ് കമാൻഡറായി. MSP ആംഡ് പോലീസ് ഇൻസ്പെക്ടർ രമേശ് ബാബു സെക്കൻഡ് ഇൻ കമാൻഡന്റായി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത ബേരി നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSP പരേഡ് ഗ്രൌണ്ടിൽ സമാപിച്ചു. പ്രഭാത ബേരിയിൽ മികച്ച പ്രകടനം നടത്തിയ സ്കൂളായി മലപ്പുറം AUP സ്കൂളിനെ തിരഞ്ഞെടുത്തു. UP വിഭാഗത്തിൽ AUPS മലപ്പുറം, AMUPS മുണ്ടുപറമ്പ് എന്നിവ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ ബോയ്സ് വിഭാഗത്തിൽ MSP HSS മലപ്പുറം 1ാം സ്ഥാനവും വിദ്യാനഗർ പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ ഗേൾസിൽ സെന്റ് ജമ്മാസ് GHSS ജേതാക്കളായി. ബാൻഡ് ഡിസ്പ്ലേയിൽ സെന്റ് ജമ്മാസ് GHSS മലപ്പുറം 1ാം സ്ഥാനവും മലപ്പുറം ഇസ്ലാഹിയ EMHSS 2ാം സ്ഥാനവും നേടി. MLAമാരായ TV ഇബ്രാഹിം, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് B റിനിഷ, ADM PO സാദിഖ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.